ഹായ് ഡിയേഴ്സ്, ഇന്ന് പറയാൻ പോകുന്നത് UML ഡയഗ്രത്തിലെ ബിഹേവിയറൽ ഡയഗ്രത്തിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാറ്റിക് ഡയഗ്രം കംപ്ലീറ്റ് ആയി പറഞ്ഞിരുന്നു. ഇനി അടുത്ത് പറയുന്നത് ബിഹേവിയറൽ ഡയഗ്രമാണ്. ബിഹേവിയറൽ ഡയഗ്രം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഡൈനാമിക് പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളതാണ് ബിഹേവിയറൽ ഡയഗ്രം. അതായത് മറ്റേത് സ്റ്റാറ്റിക് ആണെങ്കിൽ ഇത് ഡൈനാമിക് ആണ്. അതായത് ഇതിൻ്റെ ഡൈനാമിക്കായ പാർട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡൈനാമിക് ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇൻട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കാനാണ് ബിഹേവിയറൽ ഡയഗ്രം ഉപയോഗിക്കുന്ന. ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ഉപയോഗിക്കുന്ന ബിഹേവിയറൽ ഡയഗ്രങ്ങളാണ്. ഒന്ന് മുന്നേ പറഞ്ഞതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. യൂസ് കേസ് ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം. അതിൽ ഞാൻ ഫസ്റ്റത്തേതാണ് പറയുന്നത് യൂസ് കേസ് ഡയഗ്രാം. എന്താണ് യൂസ് കേസ് അല്ലെങ്കിൽ യൂസ് കേസ് ഡയഗ്രാം? യൂസ് കേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു തീമാണ്. അതായത് ഒരു രംഗം, ഒരു സീനാണ് യൂസ് കേസ് എന്ന് പറഞ്ഞാൽ. ഒരു ഭാഗം, ഒരു സീൻ, ഒരു സമയത്ത് കാണിക്കുന്ന ഒരു ഭാഗം യൂസ് കേസ്. അപ്പോൾ ഇവിടെ യൂസ് കേസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻ്റർമീഡിയറ്റായി പ്രവർത്തിക്കുന്ന ഒന്നാവാം. പലതരത്തിൽ നമുക്ക് യൂസ് കേസ്, ഒറ്റ വാക്കിൽ പറയുന്ന യൂസ് കേസ് ഒരു സീനാണ്, ഒരു തീം, അപ്പോഴത്തെ ഒരു അവസ്ഥ, അപ്പോഴത്തെ സ്ക്രീനാണ് യൂസ് കേസ് എന്ന് പറഞ്ഞാൽ. യൂസ് കേസ് ഡയഗ്രത്തിൽ മെയിനായിട്ടും കുറച്ച് ആക്ടേഴ്സ് ഉണ്ടായിരിക്കും, യൂസ് കേസസുകൾ ഉണ്ടായിരിക്കും, കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഈ മൂന്നും കൂടി ചേർന്നതാണ് യൂസ് കേസ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ. അതായത് എക്സ്റ്റേണലായ അല്ലെങ്കിൽ ഇൻറ്റേണലായ ഫാക്ടേഴ്സ് എങ്ങനെ ഒരു സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ കാണിക്കാനാണ് യൂസ് കേസ് ഡയഗ്രം യൂസ് ചെയ്യുന്നത്. യൂസ് കേസ് ഡയഗ്രം പറയാം. യൂസ് കേസ് ഡയഗ്രം ഈസ് ഡൈനാമിക് ഇൻ നാച്ചർ. ഡൈനാമിക് ബിഹേവിയർ കാണിക്കാനായ ബിഹേവിയറൽ ഡയഗ്രം ആയതുകൊണ്ട് തന്നെ ഡൈനാമിക് നാച്ചർ ആയിരിക്കും. ദർ ഷുഡ് ബി സം ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഫോർ മേക്കിംഗ് ദ ഇൻട്രാക്ഷൻ. ഇൻറ്റേർണലായിട്ടോ അതായത് സിസ്റ്റത്തിനുള്ളിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് പുറത്തുനിന്നുള്ള ഒരു ഇൻട്രാക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് കേസ് ഡയഗ്രം യൂസ് ചെയ്യുന്നു. ദീസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഏജൻസ് ആർ നോൺ ആസ് ആക്ടേഴ്സ്. അപ്പോൾ അതിലാദ്യം മനസ്സിലാക്കേണ്ട ആക്ടേഴ്സ് എന്താണെന്ന്. അത് സിസ്റ്റത്തിനോ ഇൻട്രാക്ട് ചെയ്യുന്ന, എക്സ്റ്റേണലായിട്ടോ ഇൻറ്റേർണലായിട്ടോ ഇൻട്രാക്ട് ചെയ്യുന്ന ഏജൻസിനെയാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലത്തിനും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു വസ്തു ഓർഡർ ചെയ്യുമ്പോൾ ഞാനാണ് അവിടെ ആക്ടർ. അത് ഒരു ഇൻറ്റേർണൽ ആവാം, എക്സ്റ്റേണൽ ആവാം, അതായത് പുറത്തുനിന്നുള്ളൊരു പ്രോസസ് ആവാം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനുള്ളിലുള്ള പ്രോസസ് ആവാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഏജൻറ്റിനെയാണ് ആക്ടർ എന്ന് പറയുന്നത്. യൂസ് കേസ് ഡയഗ്രാം കൺസിസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, യൂസ് കേസസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ യൂസ് കേസ് ഡയഗ്രത്തിൽ 3 ഫാക്ടേഴ്സാണ് ചിന്തിക്കേണ്ടത്. ആക്ടേഴ്സ്, യൂസ് കേസസുകൾ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ദ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു മോഡൽ ദ സിസ്റ്റം അല്ലെങ്കിൽ സബ് സിസ്റ്റം ഓഫ് ആൻ ആപ്ലിക്കേഷൻ. ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ അതിൻ്റെ സബ് സിസ്റ്റത്തിനെയോ മോഡൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂസ് കേസ് ഡയഗ്രാം. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ആവശ്യമായിട്ട് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. എ സിംഗിൾ യൂസ് കേസ് ഡയഗ്രാം ക്യാപ്ചേഴ്സ് എ പർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി ഓഫ് എ സിസ്റ്റം. ഒരു സിംഗിൾ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത്ര സിമ്പിളായിട്ടുള്ള സിംഗിൾ യൂസ് കേസ്, ഒരൊറ്റ യൂസ് കേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ. Hence to model the entire system, a number of use case diagrams are used. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു യൂസ് കേസ് ഡയഗ്രത്തിന് ഒന്നിൽ കൂടുതൽ യൂസ് കേസുകൾ യൂസ് ചെയ്യാനാണ്. ഒറ്റ സിംഗിൾ യൂസ് ആണെങ്കിൽ ആ ഒരു സിംഗിൾ ഫംഗ്ഷനുമായിട്ട് മാത്രം, ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞില്ല, ഒരു സീൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ഒരു യൂസ് കേസ്. അപ്പോൾ ഒരു ഫിഗറിൽ തന്നെ ഒരുപാട് യൂസ് കേസുകൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഒരേ സമയം ഒന്നിൽ കൂടുതൽ നമുക്ക് ഒരു സിസ്റ്റത്തിനെ മൊത്തമായിട്ട് എടുത്ത് കാണിക്കണമെങ്കിൽ ഒരു യൂസ് കേസ് മാത്രം ഉപയോഗിച്ചാൽ പോരാ. അതുകൊണ്ട് തന്നെ